അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ സ്വർണം വാങ്ങാൻ മാത്രമായുള്ള ഒരു ദിവസമായി ചുരുങ്ങിപ്പോകേണ്ട ഒന്നാണോ ഇത്? എന്താണ് അക്ഷയതൃതീയ എന്ന ദിവസത്തിൻ്റെ പ്രത്യേകതകൾ? ഹിന്ദു ആചാരപ്രകാരം ശുഭകരമായ ദിവസങ്ങളിൽ ഒന്നായാണ് അക്ഷയതൃതീയയെ കണക്കാക്കുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ 3-ാം തിഥിയിലാണ് അക്ഷയതൃതീയ. ഈ ദിവസം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അക്ഷയമായിരിക്കുമെന്നാണ് വിശ്വാസം. പുരാണത്തിൽ അക്ഷയതൃതീയയെപ്പറ്റി നിരവധി പരാമർശങ്ങളുമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭൂമിയിലെ വരൾച്ച പരിഹരിക്കാൻ ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാനദി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയ ദിനമാണ് അക്ഷയതൃതീയ. ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളായ അന്നപൂർണേശ്വരി, മാതംഗി എന്നിവരുടെ അവതാര ദിവസം അക്ഷയതൃതീയയാണെന്നാണ് വിശ്വാസം. അതിനാൽ അന്ന് ഭഗവതി ക്ഷേത്രങ്ങളിലും വീടുകളിലും സമൃദ്ധിക്കായി അന്നപൂർണേശ്വരിയെ ആരാധിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്തു വരാറുണ്ട്. വിഷ്ണു പുരാണത്തിലും നാരദ ധർമ്മസൂത്രത്തിലും അക്ഷയതൃതീയയെപ്പറ്റി പരാമർശമുണ്ട്. ഈ ദിവസം മഹാവിഷ്ണു അവതാരമായ പരശുരാമനായി ഭൂമിയിൽ മനുഷ്യരൂപം സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. വിശക്കുന്നവന് അന്നം നൽകുക, അതിഥികളെ ഉപചരിക്കുക, സജ്ജനങ്ങളെ ആദരിക്കുക, സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ സത്കർമ്മങ്ങൾ അക്ഷയതൃതീയയിൽ അനുഷ്ഠിക്കുവാൻ ഇതിഹാസങ്ങളിലൂടെ വേദവ്യാസന് ഉപദേശിക്കുന്നു. വേദവ്യാസനും ഗണപതിയും ചേർന്ന് മഹാഭാരതം എഴുതാൻ ആരംഭിച്ചതും ഈ ദിവസമാണെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം നടക്കുക. ലക്ഷ്മി നാരായണ പ്രാധാന്യമുള്ള എറണാകുളത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, കൊരട്ടി മുളവള്ളിക്കാവ് ദേവീക്ഷേത്രം തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം പ്രത്യേക പൂജകളും നടക്കാറുണ്ട്. ജൈനമത വിശ്വാസികളും അക്ഷയതൃതീയ ഒരു പുണ്യ ദിവസമായി കരുതുന്നുണ്ട്. അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങാൻ മാത്രമല്ല, പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനും നല്ല ദിവസമായി കണക്കാക്കുന്നു. ഈ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പണവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നതിനാൽ പലരും ഈ ദിവസം സംഭാവനകളും മറ്റും ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ മറ്റു നിക്ഷേപങ്ങളോ തുടങ്ങാം. വസ്തുവോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനും അനുയോജ്യമായ ദിവസമാണിത്. അക്ഷയതൃതീയ ദിവസം പ്രത്യേക പൂജകൾ, യജ്ഞങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം വിശ്വാസികൾ ക്ഷേത്രത്തിൽ നിവേദ്യം അർപ്പിക്കുന്നതും ശുഭകരമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിനു പുറമെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുമുണ്ട്. അക്ഷയതൃതീയയിൽ ഒരു വീട്ടിലെ ഒരു മുറിയും ഇരുട്ടിൽ ആയിരിക്കരുതെന്നാണ് പഴമൊഴി. ഈ ദിവസം പുറത്തു പോകുന്നവർ വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകരുതെന്നും വിശ്വാസമുണ്ട്. ആദ്യമായി പൂണൂൽ ധരിക്കുന്ന ചടങ്ങിന് ഈ ദിവസം അഭികാമ്യവുമല്ല. കേരളത്തിലെ സ്വർണ്ണ വിപണികൾ ഉണർന്നു പ്രവർത്തിക്കുന്ന ദിനമാണ് അക്ഷയതൃതീയ. ഈ ദിവസം സ്വർണം വാങ്ങിയാൽ വരും നാളുകളിൽ ഐശ്വര്യമുണ്ടാകുമെന്ന വിശ്വാസം വ്യാപകമാണ്. അതേസമയം സ്വർണ്ണവില എക്കാലത്തെയും ഉയരങ്ങൾ കീഴ്പ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. മുൻ വർഷങ്ങളിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ഈ ദിവസം മാത്രം 1500 കിലോയോളം സ്വർണ്ണ വിൽപ്പനയാണ് നടക്കുന്നത്. സാധാരണ വിൽപ്പനയുടെ 5 മടങ്ങോളം സ്വർണ്ണ നാണയ വിൽപ്പന ഈ ദിവസം നടക്കും. ലക്ഷ്മി ലോക്കറ്റ്, മൂകാംബികയിൽ പൂജിച്ച ലോക്കറ്റ്, ഗുരുവായൂരപ്പൻ ലോക്കറ്റുകൾ തുടങ്ങിയവയ്ക്ക് വൻ ഡിമാൻഡാണ്. ഓണവിപണിക്ക് ശേഷം സ്വർണത്തിന് കൂടുതൽ വ്യാപാരം നടക്കുന്ന സീസണായി അക്ഷയതൃതീയ മാറിയിട്ടുമുണ്ട്.